Hi all, Kerala PSC HSA Mathematics Matrix Algebra ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് സിംഗുലർ മെട്രിക്സസ്. ഡിറ്റർമിനന്റ് a equal to 0 ആയ സമചതുര മെട്രിക്സ് A യെ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നു. അതായത് നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. ആ സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ആ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. ഓക്കേ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A equal to 1 2 4 8. Determinant of A കണ്ടുപിടിക്കാം നമുക്ക്. Determinant of A equal to 1 2. Determinant of 1 2 4 8. That is equal to determinant കണ്ടുപിടിച്ചാൽ 8 minus 8 equal to 0. അതായത് A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണ് കിട്ടിയത്. സോ നമുക്ക് പറയാം A is a singular matrix. A എന്ന് പറയുന്നത് ഒരു സിംഗുലർ മെട്രിക്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒന്നും മലയാളം എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് നോൺ സിംഗുലർ മെട്രിക്സ്. ഒരു സമചതുര മെട്രിക്സ് സിംഗുലർ അല്ലാത്ത മെട്രിക്സ് ആകണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. ആ സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത്തരം മെട്രിക്സിനെ നമ്മൾ നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, സിംഗുലർ അല്ലാത്ത മെട്രിക്സ് അതാണ് കേട്ടോ നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സിംഗുലർ അല്ലാത്ത മെട്രിക്സ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A equal to 1 2 3 4. Then determinant of A equal to determinant of 1 2 3 4. It is equal to 4 minus 6 equal to minus 2, which is not equal to 0. ഒരു മെട്രിക്സ്, ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോൺ 0 ആണെങ്കിൽ അതിനെ നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നു. സോ ഇവിടെ എന്താണ്? A is a നോൺ സിംഗുലർ മെട്രിക്സ്. A is a നോൺ സിംഗുലർ മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് പ്രതിലോമ മെട്രിക്സുകൾ, ഇൻവേഴ്സ് മെട്രിക്സസ്. ഇവിടെ ഞാൻ ഇൻവേഴ്സ് മെട്രിക്സിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. നമ്മൾ ഇൻവേഴ്സ് മെട്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, അത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരും. ഓക്കെ, നമുക്ക് എന്താണ് ഇൻവേഴ്സ് മെട്രിക്സ്, എന്താണ് പ്രതിലോമ മെട്രിക്സുകൾ എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ക്രമം m ആയിട്ടുള്ള ഒരു സമചതുര മെട്രിക്സ് ആണ് A. അതേ ക്രമമുള്ള മറ്റൊരു സമചതുര മെട്രിക്സ് ആണ് B. കൂടാതെ AB ഈക്വൽ ടു BA ഈക്വൽ ടു I ആയാൽ B എന്ന മെട്രിക്സിനെ A എന്ന മെട്രിക്സിന്റെ പ്രതിലോമം ഇൻവേഴ്സ് എന്ന് പറയുന്നു. അതായത് നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, അതിന്റെ ഓർഡർ m ആണ്. അതുപോലെ തന്നെ അതേ ഓർഡറിൽ മറ്റൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട് B. ഓക്കെ, എന്നിട്ട് നമ്മൾ AB കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ B എന്ന് പറയുന്ന മെട്രിക്സിനെ A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണെന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ A ഇൻവേഴ്സ്. A ഇൻവേഴ്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ A പ്രതിലോമ്യമാണ് എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് A എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാൻ വേറെ കണ്ടീഷൻസ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഞാൻ ഡെഫിനിഷൻ പറഞ്ഞതാണ്. ഓക്കെ, ഡെഫിനിഷൻ ഇത്രേ പറയുന്നുള്ളൂ. A എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതേ ഓർഡറിലുള്ള മറ്റൊരു സ്ക്വയർ മെട്രിക്സ് ആണ് B എന്ന് പറയുന്നത്. B ഈസ് ആൻ m by m മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് AB കണ്ടുപിടിക്കാൻ നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് I കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾ BAയും കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾക്ക് I കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് പറയാം? B ഈസ് ദ ഇൻവേഴ്സ് ഓഫ് A. A ഈസ് ദ ഇൻവേഴ്സ് ഓഫ് B എന്ന് പറയും. ഓക്കെ, A എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ്, B എന്ന് പറയുന്നതും ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഡെഫിനിഷനിൽ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇറ്റ് ഈസ് A ഈക്വൽ ടു 2 3 1 2 ആൻഡ് B ഈക്വൽ ടു 2 minus 3 minus 1 2. നമുക്ക് AB ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. AB is equal to 2 3 1 2 and 2 minus 3 minus 1 2. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആണ് ചെയ്യാണ്. 2 into 2 4 minus 3 that is 1. 2 into minus 3 6 plus minus 6 plus 6 that is 0. 1 into 2 minus 2 0. 1 into minus 3 minus 3 plus 4 1. അപ്പോൾ നമുക്ക് AB ചെയ്ത് കഴിഞ്ഞപ്പോൾ I കിട്ടി. അപ്പോൾ നമുക്ക് പറയാം B ഈസ് ദ ഇൻവേഴ്സ് ഓഫ് A എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് BA ചെയ്ത് നോക്കാം. BA ഈക്വൽ ടു 2 minus 3 minus 1 2. അതുപോലെ തന്നെ 2 3 1 2. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 into 2 4 minus 3 1. 2 into 3 6 minus 6 0. minus 2 plus 2 0. minus 3 plus 4 that is 1. നമുക്കിവിടെ എന്ത് കിട്ടി? A ഈക്വൽ ടു, ഇവിടെ നമുക്ക് AB ഈക്വൽ ടു BA ഈക്വൽ ടു I എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A എന്നത് Bയുടെ പ്രതിലോമമാണ്. A എന്നത് Bയുടെ
പ്രതിലോമമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് പറയുന്ന ഒരു കാര്യമാണ് ബി എന്നത് എയുടെയും പ്രതിലോമമാണ്. ഓക്കെ, ബി എന്നത് എയുടെ പ്രതിലോമമാണ് എന്ന് പറയാം. ദാറ്റ് ഈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ് എ ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഓർ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇനി നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഈ ഇൻവേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എങ്ങനെയാണ് ഇൻവേഴ്സ് ആവുന്നത്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് ആ ഒരു പ്രോപ്പർട്ടീസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. സമചതുര മാട്രിക്സുകൾ അല്ലാത്തവയ്ക്ക് പ്രതിലോമം സാധ്യമല്ല. നമുക്ക് സ്ക്വയർ മെട്രിക്സസിന് മാത്രമേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എ ബി വേണം അല്ലേ, അതുപോലെ തന്നെ ബി എ വേണം. ഇവ സെയിം ഓർഡേഴ്സിലാവണ്ടേ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഡിഫൈൻഡ് ആവണമെങ്കിൽ എ ബിയും ബി എയും ഒരേ ഓർഡറിലാവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കേസിൽ മാത്രമേ പറ്റുള്ളൂ, സ്ക്വയർ മെട്രിസസിൻ്റെ കേസിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്ക്വയർ മെട്രിസസിന് മാത്രമാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, ഒരു മെട്രിക്സിൻ്റെ പ്രതിലോമം ഏകമാത്രമായിരിക്കും. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഈസ് യുണീക്ക്. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എപ്പോഴും യുണീക്ക് ആയിരിക്കും. ഒരു മെട്രിക്സിന് ഒരൊറ്റ ഇൻവേഴ്സേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഒരു മെട്രിക്സിന് പ്രതിലോമം സാധ്യമെങ്കിൽ അത് സിംഗുലർ അല്ലാത്ത മെട്രിക്സ് ആയിരിക്കണം. അതായത് നോൺ സിംഗുലർ മെട്രിക്സസിന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ നമ്മളിങ്ങനെ പറയുന്നത് നമ്മളുടെ ഡെഫിനേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഡെഫിനേഷൻ പറയുമ്പോൾ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരു മെട്രിക്സിന് പ്രതിലോമം സാധ്യമാകണമെങ്കിൽ അതൊരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോസിബിൾ അല്ല. ഓക്കെ, എ ബി എന്നിവ ഒരേ ക്രമമുള്ള രണ്ട് പ്രതിലോമ മെട്രിക്സുകൾ ആയാൽ എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആയിരിക്കും. എയും ബിയും ഇൻവേർട്ടബിൾ ആണ് എങ്കിൽ നമുക്ക് എ ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സിനോടാണ് ഈക്വൽ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ്, മൗലിക ക്രിയകൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഒരു മെട്രിക്സിൻ്റെ പ്രതിലോമം കണ്ടെത്താം. അതായത് നമ്മൾ ഈ +2 ഫസ്റ്റ് പഠിക്കുന്നത് ഇൻവേർട്ടബിൾ ആണ് എന്ന് പറയുന്ന ഡെഫിനേഷൻ പഠിച്ചിട്ട് പിന്നെ നമ്മൾ പറയുന്നത് ഈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നത്. പിന്നെയാണ് നമ്മൾ അഡ്ജോയിൻറ്റ് ഡെഫിനേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതെന്താണെന്നൊന്ന് പറയാം. നമ്മളിപ്പം റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചും കോളം ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചും ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എ ഈക്വൽ ടു ഐ എ എന്നെഴുതാം. എന്നിട്ട് ഇവരുടെ വരികളുടെ അല്ലെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. വരികളുടെ മൗലിക ക്രിയകൾ യൂസ് ചെയ്യാം. ഇവിടെ വരികളുടെ മൗലിക ക്രിയകൾ യൂസ് ചെയ്തിട്ട് ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കിയിട്ടും അതുപോലെ തന്നെ ഈ ഐ എന്ന് പറയുന്ന, അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഐയിൽ വരുന്നൊരു മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് നമുക്ക് ബി എന്ന് കൊടുക്കാം. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിന് ഐ എന്ന മെട്രിക്സിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഈക്വലന്റ് മെട്രിക്സിലേക്ക് മാറ്റുമ്പം ഈ ഐക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ബി. ഈ എക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ബി ഇൻറ്റു എ എന്ന് ജസ്റ്റ് എഴുതി പോകുന്നേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ എ ഈക്വൽ ടു ഐ എ, അതായത് വരികളുടെ മൗലിക ക്രിയകൾ ഉപയോഗിച്ച് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ എഴുതുന്നതാണ് എ ഈക്വൽ ടു ഐ എ. അത് ചെയ്യുന്ന പ്രോസസ്സാണ് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഡെഫിനേഷൻസ് പറഞ്ഞ കൂട്ടത്തിൽ. അതുപോലെ തന്നെ നമ്മൾ എ ഈക്വൽ ടു എ ഐ എന്നാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോളം ട്രാൻസ്ഫോർമേഷൻസ് ആണ്, നിരകളുടെ മൗലിക ക്രിയകളാണ്. നിങ്ങൾ +2 ടെക്സ്റ്റ് ഒന്ന് എടുത്ത് വായിക്കണം, എന്നാലാണ് ഇത് ക്ലിയർ ആവുക. ജസ്റ്റ് വായിച്ചാൽ മതി, അതിലെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. എനെ നമ്മൾ ഐയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്താം. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എക്ക് മാറ്റം ഉണ്ടാവില്ല, ഈ ഐക്ക് മാറ്റം ഉണ്ടാവും. കാരണം എനെ നമ്മൾ സിംപ്ലി എന്ന് എഴുതി പോകും. ഐനെ നമ്മൾ ശരിക്കും എലമെൻ്ററി മെട്രിസസിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ബി ഐ ഈക്വൽ ടു, അപ്പം ഇവിടെ നമുക്ക് ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ. കോളം ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും, റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇത്രയും ഇൻവേഴ്സ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും കൂടി പറയുകയാണ്. കാരണം ഇൻവേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് പറയുകയാണ്. ഞാൻ നേരത്തെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തില്ല എന്ന് തോന്നുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് കേട്ടോ. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ഒന്നാമത്തത് ഡിറ്റർമിനൻ്റ് ഓഫ് ഐ. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എപ്പോഴും 1 ആയിരിക്കും. രണ്ടാമത്തത് നമുക്കറിയുന്നതാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ. എ ട്രാൻസ്പോസിൻ്റെയും എയുടെയും ഡിറ്റർമിനൻ്റ് എപ്പോഴും സെയിം ആയിരിക്കും. മൂന്നാമത്തത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു
ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആ എ ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ് 1 / ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 / ഡിറ്റർമിനൻ്റ് ഓഫ് എ. നാലാമത്തെ പ്രോപ്പർട്ടി, എ ബി എന്ന് പറയുന്ന രണ്ട് സ്ക്വയർ മെട്രിസസ് ആണെങ്കിൽ എ ആൻഡ് ബി ആർ 2 square matrices. Then determinant of AB equal to determinant of A into determinant of B. Okay, determinant of AB equal to determinant of A into determinant of B. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യുന്ന നമ്മളിനി ഒരുപാട് ഡിസ്റ്റിങ്ക്റ്റ് മെട്രിസസ് പഠിക്കും. ആ മെട്രിസസിൻ്റെ ഒക്കെ ഡിറ്റർമിനൻറ്റിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. ഓക്കെ, ഫിഫ്ത്ത് വൺ ഡിറ്റർമിനൻ്റ് ഓഫ് കെ എ ഈക്വൽ ടു കെ റേസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഇവിടെ n എന്ന് പറഞ്ഞാൽ എയുടെ ഓർഡർ ആണ് കേട്ടോ. എ ഈസ് ആൻ n/n മെട്രിക്സ്. ഓക്കെ, നമുക്ക് അറിയുന്ന പ്രോപ്പർട്ടിയാണ് അല്ലേ. ഡിറ്റർമിനൻ്റ് ഓഫ് കെ ഈക്വൽ ടു കെ പവർ n ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. പിന്നെ ആറാമത്തെ പ്രോപ്പർട്ടി, ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ബി എ. എ ബി എന്ന് പറയുന്ന എ ബി രണ്ട് സ്ക്വയർ മെട്രിസസ് ആണ്. എ ബിയുടെ ഡിറ്റർമിനൻറ്റും ബി എ എന്ന് പറയുന്ന അതായത് അതിൻ്റെ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ട് എടുക്കുന്ന എ ബി എന്ന് പറയുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റും ബി എ എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഡിറ്റർമിനൻറ്റും സെയിം ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ബിനെ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് ബി എന്ന് എഴുതാം. അതായത് ഇവിടെ നമുക്ക് ഇതിന് രണ്ട് നമ്പേഴ്സ് ആയിരിക്കില്ലേ, ഈ രണ്ട് നമ്പേഴ്സും കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനിയിപ്പോൾ അതൊന്നും മനസ്സിലായെങ്കിൽ മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഏഴാമത്തെ പ്രോപ്പർട്ടി, ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടി അല്ല കേട്ടോ. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഡയഗണൽ മെട്രിക്സ്. Determinant of a diagonal matrix is product of diagonal entries. Product of diagonal elements. അതായത് നമുക്കിപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻസിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ, എട്ടാമത്തെ, ഇത് പ്രോപ്പർട്ടി അല്ല, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. നോട്ടെന്ന് എഴുതി വെക്കാം. നോട്ട് ഇതൊക്കെ ഹയർ മാത്തമാറ്റിക്സിലോട്ട് വരുന്നതാണ്. അതായത് നമുക്ക് ഒരു HSST അല്ലെങ്കിൽ സെറ്റ് അല്ലെങ്കിൽ നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കുന്നതാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ പ്ലസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ പ്ലസ് ഡിറ്റർമിനൻ്റ് ഓഫ് ബി. നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് സിംഗുലർ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, നോൺ സിംഗുലർ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, പ്രതിലോമ മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊന്ന് നമ്മളുടെ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഡിറ്റർമിനൻറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് എസ്പെറാൻസ എഡ്യൂക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. എല്ലാവരും മാക്സിമം പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടാണ് കോച്ചിങ്ങിന് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സാം അടുത്തു എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ. മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ എസ്പെറാൻസ എഡ്യൂക്കേഷൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഡിസ്കഷൻ പ്ലാറ്റ്ഫോം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ ഞങ്ങളോട് പറയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ഇടാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.